ഹായ്, ഇതാണ് എൻ്റെ ആദ്യത്തെ ഇൻട്രാക്ഷൻ വീഡിയോ എന്ന് വിചാരിക്കണം. ഇതുവരെ ഓൺ വോയിസ് ചെയ്തിട്ടുണ്ട്, 1-2 വീഡിയോസിന് ഓൺ വോയിസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതായിരിക്കും എൻ്റെ ആദ്യത്തെ ഇൻട്രാക്ഷൻ വീഡിയോ ആയിട്ടുള്ളത്. എനിക്ക് 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 എന്താ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മോൻ എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയണില്ല. വെച്ചാൽ ചിലപ്പോൾ ചിലർ പറയുമായിരിക്കും ഈ കണ്ണ് തട്ടി ദൃഷ്ടി തട്ടി എന്നൊക്കെ പറയുമായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോടും കൂടിയിട്ട് ചോദിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മക്കൾക്കും ഇതുപോലെ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ തരണം ചെയ്തു വന്നതെന്നൊക്കെ എന്നോടൊന്ന് പറയണം. കാരണം ഞാനും ആദ്യമായിട്ടൊരു അമ്മയായിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കും കുറേ ഡൗട്ട്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അധികവും ഈ പറയണ പോലെ ഈ എന്താ പറയുക ബ്ലാക്ക് മാജിക്കിനോടോ ഇല്ലാച്ചാൽ ഇങ്ങനെ ഉപ്പ് ചുറ്റിയിടുക, പുറമേ പോയിരുന്ന കണ്ണുണ്ട്, അങ്ങനെയുള്ളതൊന്നും ഞാൻ അധികം വിശ്വസിക്കണില്ല. എന്നാലും ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാം, മനസ്സിനെവിടെയൊക്കെ ഒരു കോണിൽ ഉണ്ടായിരിക്കാം എന്ന് പറയാം. പക്ഷെ ഒരു കാര്യം, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മോന് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു വയസ്സായി എൻ്റെ മോന്, ഒരു വയസ്സ് കഴിഞ്ഞ് 1 മാസമായി. കുറച്ച് ദിവസങ്ങളായിട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുക. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, ആ ഞെട്ടി എണീക്കുന്ന ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കും ആ ദിവസങ്ങളായിരിക്കും ഞാനും ഹസ്ബൻഡും വെളിയിലേക്ക് പോയിട്ട് വന്നിട്ടുണ്ടാവുക. ഒന്നിച്ച് പുറമേ പോയിട്ട് വന്നിട്ടുണ്ടാകും. കുട്ടി വീട്ടിലായിരിക്കും, അച്ഛനും അമ്മർത്തോ അല്ലെങ്കിൽ എൻ്റെ അമ്മ വരുമ്പോൾ എൻ്റെ അമ്മർത്തോ ഇരുത്തിയിട്ടൊക്കെയാണ് ഞങ്ങൾ പോകാറുള്ളത്. അപ്പോൾ ആ ദിവസങ്ങളിൽ രാത്രി എന്ത് ചെയ്യും വെച്ചാൽ ആദ്യം ഒന്ന് ഉറങ്ങി കിട്ടിയാലും പിന്നീടുള്ള നേരം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എണീക്കും, ഞെട്ടി എണീക്കും, ഒരേ കരച്ചിലായിരിക്കും. പിന്നെ ഒരു അരമണിക്കൂർ കഴിയും, പിന്നെ എണീക്കും, കരയും, പിന്നെ എണീക്കും, അരമണിക്കൂർ കഴിയും അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയും, പിന്നെ എണീച്ചിരുന്ന് കരയും. ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ നമ്മൾ വിട്ടിട്ട് പോണതിൻ്റെ ആണോ അല്ല ചിലപ്പോൾ ഈ ഞെട്ടുന്നതിൻ്റെ ആണോ എന്നറിയില്ല. ഇന്നിതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളിപ്പോൾ വെളിയിൽ പോയിട്ട് വന്നു, ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വന്നു. വരുന്ന വഴി മുതൽ ഭയങ്കര കരച്ചിലാണ്. ഗ്യാസിൻ്റെ കോളിക്കേടും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തെങ്കിലും നിൽക്കുന്നില്ല, കരച്ചിൽ നിൽക്കുന്നില്ല, ഭയങ്കര കരച്ചിലാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവിടെ നിന്ന് എണീറ്റു, പിന്നെയും ഭയങ്കര കരച്ചിലാണ്, നിൽക്കുന്നില്ല. ഇതിപ്പോൾ ഹസ്ബൻഡ് അടുത്ത് നടക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ എന്താണിത്, എന്തുകൊണ്ടാണിത്? ഇതിനെന്തെങ്കിലും പ്രതിവിധി അല്ല, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഡോക്ടറത്തേക്ക് പോകണോ, അല്ല ഡോക്ടറത്ത് പോകാതെ ഇതിനെന്തെങ്കിലും മരുന്നുകളുണ്ടോ? ഉപ്പും മുളകും അതൊക്കെ ചുറ്റിയിടാറുണ്ട്, ഈ കല്ലുപ്പെടുത്ത് ചുറ്റിയിടാറുണ്ട്, ഉപ്പും മുളകും കൂടി ചുറ്റിയിടുന്നുണ്ട്, കടുക് ഉപ്പും മുളകൊക്കെ ചുറ്റിയിടാറുണ്ട്. നമ്മുടെ വീട്ടിലും വയസ്സായ 2 അമ്മമാരുള്ളതുകൊണ്ട് അവരെന്തായാലും ചെയ്യും. ഇപ്പം എൻ്റെ അമ്മ വരികയാണെങ്കിലും അമ്മ ചെയ്യാറുണ്ട്, ഇവിടുത്തെ അമ്മയായാലും ചെയ്യാറുണ്ട്. 2 അമ്മമാരും ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ഇത് നിൽക്കുന്നില്ല. ഇത് കണ്ടിന്യൂസ്ലി പ്രോസസ്സ് പോലെ ഞങ്ങൾ പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടാണോ എന്നറിയില്ല. പക്ഷെ എപ്പോഴും ഞങ്ങൾ പുറമേ പോയിട്ട് വന്നാൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അത് നമ്മളെ കാണാതിരിക്കുന്നതുകൊണ്ടുള്ളതാണ് എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ ഫുൾ ഡേ കൂടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണത് എന്ന് നമുക്കറിയണില്ല. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഞങ്ങളിങ്ങനെ ഡോക്ടറോടൊക്കെ ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ പറഞ്ഞത് മേ ബി ഉണ്ടാവാം, കുട്ടികളല്ലേ പേടിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവരും സയൻറ്റിഫിക് തരത്തിലാണല്ലോ അവർ സംസാരിക്കുക. അപ്പോൾ അവർ കണ്ണിൻ്റെ കാര്യങ്ങളും കണ്ണേറും അങ്ങനെയുള്ളതൊന്നും പറയില്ല. പക്ഷേ ചില ഡോക്ടർമാരൊക്കെ കണ്ണേറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടായി. പക്ഷേ ഇവനാണെങ്കിൽ ഇപ്പോൾ ഇത്ര കാലം വരെ ഡോഗ്സിൻ്റെ ഒന്നും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പേടിക്കാത്തതാണ്, ഡോഗോ മറ്റു പക്ഷികളുടെ ഒന്നും പേടിക്കാത്തതാണ്. ഇപ്പോൾ പക്ഷേ എല്ലാത്തിനും കാണുമ്പോൾ പേടിയാവുക, അവന് പേടിയാവുക. ഡോഗിൻ്റെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടും. നമ്മുടെ വീട്ടിൽ കേട്ടാൽ പെട്ടെന്നൊന്നും ഞെട്ടാറില്ല, ബാക്കിയുള്ളവർത്തൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഞെട്ടുക. ആദ്യമൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കുട്ടിക്ക്, ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞെട്ടാനൊക്കെ തുടങ്ങി. എന്താ ചെയ്യുക? നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ പ്രതിവിധികളുണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരിക. ഞാനും എന്താ വെച്ചാൽ അത് നോക്കാം. എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറുകയാണെങ്കിൽ മാറട്ടെ അല്ലേ? അപ്പോൾ അതല്ലേ ഒരു ഹെൽപ്പ് എല്ലാവരും കൂടെ ചെയ്യണം. പറ്റാവുന്നവർക്ക് മീൻസ് ഇത് അനുഭവം ഉള്ളവർ എന്നെ കൂടെ ഒന്ന് സഹായിക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും അറിയുമെങ്കിൽ കമൻറ്റിലിടുക, ഞാൻ വായിച്ച് നോക്കാം, റിപ്ലൈ തരാനാണെങ്കിൽ തരാം. എന്തായാലും എനിക്ക് ഉത്തരങ്ങളൊന്നും പറയണം കേട്ടോ. താങ്ക് യു.